ഹായ് ഹലോ, ഇന്ന് കുക്കറിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് കുക്കറൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഓയിലും ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. സവാള വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇതുപോലെ വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അതിന് മുമ്പേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിന് ചെയ്യണേ. തക്കാളി ഒന്ന് വാടി കിട്ടിയതിന് ശേഷം നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. ഞാൻ അധികം മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, സാധാ ഇടുന്ന പൊടികൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. 1 സ്പൂണ് സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കുക, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1 സ്പൂണ് കാശ്മീരി മുളകും പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇവയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളൊക്കെ നമ്മളെ മസാലയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് തെളിഞ്ഞ് വരുന്ന വരെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ആദ്യമല്ല വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്, ചിക്കൻ ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്ത് ഇതിന് ശേഷമാണ് അതിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കിട്ടുന്നത്. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ച് കൊടുത്ത് പിന്നെ ചിക്കൻ ഇട്ട് വെക്കുമ്പോൾ വേറെ ടേസ്റ്റും, ഇങ്ങനെ വെക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റുമാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. ഞാൻ നല്ല വെള്ളം പോലെയല്ല കറിയാക്കി എടുക്കുന്നത്, കുറച്ചൊരു തിക്കായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അതും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ചിക്കന് തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കുന്നുള്ളൂ. അതിപ്പോൾ ഒന്ന് ചിക്കന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തിള വന്നതിന് ശേഷം കുക്കറൊന്ന് അടച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 3 വിസിലാണ് അടുപ്പിച്ചിട്ടുള്ളത്. 3 വിസിലടിച്ച് അതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വിസിലൊക്കെ അടിച്ചതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. തുറന്ന് നോക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ കറി വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, മുകളിലൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല ഗ്രേവി ആയിട്ട് തന്നെ കറി കിട്ടിയിട്ടുണ്ട്. നല്ല ലൂസായി പോവുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിതിക്ക് മല്ലിച്ചപ്പും കൂടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക.